നമ്മൾ എപ്പോഴും ലോകം ഒരുപാട് കണ്ട ഒരു സഞ്ചാരി എന്ന നിലക്ക്, യാത്രികൻ എന്ന നിലയിൽ സാറിനോട് ഈ ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ചലനങ്ങൾ സംസാരിക്കാൻ ഞാൻ എപ്പോഴും താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ലോകത്തിൻ്റെയും നമ്മുടെയും ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യമുള്ള വിഷയം യുക്രൈൻ വാറാണ്. റഷ്യ അത് അവസാനിപ്പിക്കണം എന്ന് ഉക്രൈൻ്റെ പക്ഷത്ത് എല്ലാ പിന്തുണയും കൊടുത്ത് യുദ്ധം നടത്താനും, ഇതുവരെ യുദ്ധം 3-4 കൊല്ലമായി യുദ്ധം തുടരാനും പിന്തുണ നൽകിയ അമേരിക്ക തന്നെ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ പെടാപ്പാട് പെടുന്നുണ്ട്. അമേരിക്കയുടെ ഒരു വെടിനിർത്തൽ ഫോർമുല ഇപ്പോൾ രംഗത്തുണ്ട് അല്ലേ. 28 പോയിൻറ്റ്സ് ഉള്ള ഒരു ചർച്ചയുമായി അമേരിക്ക അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് കേൾക്കുന്ന അല്ലെങ്കിൽ ലോകം അറിഞ്ഞു വരുന്ന ഒരു പുതിയ യുദ്ധതന്ത്രത്തെക്കുറിച്ചാണ്. റഷ്യയുടെ ഔദ്യോഗിക പട്ടാളമല്ലാത്ത, എന്നാൽ റഷ്യയുടെ അറിവോടും സമ്മതത്തോടും പിന്തുണയോടും കൂടി റഷ്യക്ക് ആവശ്യമുള്ള ലോകരാജ്യങ്ങളിലൊക്കെ കടന്നു കയറിയിട്ട് അവിടെ പരാക്രമങ്ങൾ കാണിക്കുകയും കൊള്ളയടിക്കുകയും കൊള്ളിവെക്കുകയും ബലാത്കാരം ചെയ്യുകയും നാട്ടിലെ അവിടുത്തെ വിഭവങ്ങൾ മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോകും ഇഷ്ടം പോലെ പ്രവർത്തിക്കാവുന്ന ഒരു സംഘം. അതിനെ വാഗ്നർ ഗ്രൂപ്പ് എന്ന് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ആ വാഗ്നർ ഗ്രൂപ്പ് എന്ന പേര് വാഗൺ എന്ന വാക്കിൽ നിന്ന്, വാഹനം എന്ന വാക്ക്, ഇരമ്പിപ്പാഞ്ഞു വന്നിട്ട് ലക്ഷ്യം നേടി തിരിച്ചു പോകാം, അങ്ങനെയാണല്ലോ. ഇവർക്ക് ലക്ഷ്യം നേടി തിരിച്ചു പോവുകയും ചെയ്യാം. പക്ഷേ ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അറിയുന്നത്, അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ അവരെ പോറ്റാനാവില്ല. അവിടെയും അവർ ഇതേ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, അവിടെയും അവർ കൊള്ളയടിക്കും, അവിടെയും അവർ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും തീരാത്ത യുദ്ധങ്ങളിലേക്ക് റഷ്യയെ കൊണ്ടുപോകാൻ ഇവർ നിർബന്ധിതരാകുന്നു. 2014 ഈ ക്രീമിയൻ ഇഷ്യൂ തുടങ്ങിയ സമയത്താണ് ഇവർ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ വന്നാൽ ഉക്രൈൻ യുദ്ധം തീർന്നാൽ അടുത്ത ഇര തേടി ഇവരെ പറഞ്ഞു വിടേണ്ടി വരും, അല്ലെങ്കിൽ റഷ്യക്ക് അവരെ പോറ്റാനാവില്ല. ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ പുതിയ യുദ്ധത്തിൻ്റെ കാട്ടുനീതി റഷ്യയെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന പാഠം കൗതുകം നിറഞ്ഞ ഒരു പുതിയ അനുഭവമാണ്. എങ്ങനെയാണ് ഇതൊക്കെ സൂക്ഷ്മമായി കാണുന്നവരാണ്, അടുത്തറിഞ്ഞും നിരന്തരമായി വാർത്തകൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഡെന്നി തോമസ് സാർ എങ്ങനെയാണ് ഈ ഇഷ്യൂവിനെ കാണുന്നത്? റഷ്യ എന്ന് പറയുന്നത് ഇന്നും നിഗൂഢതകൾ നിറഞ്ഞ കഥകൾ എപ്പോഴും ഉള്ളതാണ്. അത് പണ്ട് കാലം തൊട്ടേ ഉണ്ട്. അതായത് രാജാക്കന്മാരുടെ കാലഘട്ടം, ചക്രവർത്തിയുടെ കാലത്തൊട്ടുണ്ട്. അതിനുശേഷം USSRന്റെ കാലഘട്ടത്തിൽ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ കഥകൾ നമ്മളൊക്കെ വായിക്കുന്നതാണ്. കാരണം ഒന്ന്, പലരും പറയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് എങ്കിൽ പോലും, എന്ന് പറയപ്പെടുന്നെങ്കിൽ പോലും പല കഥകളുമുണ്ട്. പക്ഷേ നമുക്കിപ്പം ആധുനിക ലോകത്ത് ഇപ്പം പുടിൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതി, റഷ്യയിൽ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ, മാത്രമല്ല ലോകം പലരും അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ പുടിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത് നമുക്കറിയാം. 2014 ഉക്രൈൻ യുദ്ധം ഉണ്ടായി. അതിനു മുമ്പ് ജോർജിയയുമായിട്ടൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ്, ജോർജിയൻ യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഉക്രൈനിലേക്ക് യുദ്ധത്തിൽ ആരംഭിക്കുന്നത്. അത് ആ ക്രിമിയ എന്നൊരു പാർട്ട് മാത്രം പിടിച്ചടക്കി അത് അവസാനിപ്പിച്ചു. ഡോൺബാസിൻ്റെ കുറച്ച് മേഖല അവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആ യുദ്ധത്തിന് ഉപയോഗിച്ച അതേ ആൾക്കാരെ പിന്നീട് എവിടെയും തിരിച്ച് മോസ്കോയിലേക്ക് മാർച്ച് ചെയ്ത് എത്താത്ത രീതിയിൽ അദ്ദേഹം മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം സിറിയയിലുണ്ടായിരുന്ന കലാപം, അതിൽ അവർ ഭൂരിഭാഗം ആൾക്കാരെ ഉപയോഗിച്ചു. മാലിയിലും ലിബിയയിലും അതുപോലെ സുഡാനിൽ ഇഷ്യൂവിലൊക്കെ സജീവമായിട്ട് അവരെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സാധാരണ ഒരു പട്ടാളത്തെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യൻ പട്ടാളം UN വേണ്ടി സർവീസ് ചെയ്യുന്നുണ്ട്, പല രാജ്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള സമാധാന സേനയായിട്ടല്ല അവർ പോകുന്നത്. അവരെ സംബന്ധിച്ച് പിടിച്ചുപറിക്കാരായി, കൊള്ളക്കാരായിട്ടാണ് പോകുന്നത്. അപ്പം സുഡാനിൽ സംഭവിക്കുന്നത്, അവിടെ SAFനും RSF എന്ന് പറയുന്ന 2 വിഭാഗത്തിൽ RSFനെ സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ സ്വർണം കൊള്ളയടിക്കുക, അവിടുത്തെ ഖനികളൊക്കെ സ്വന്തമാക്കുക, ഇതാണ് അതിന് കാവൽ നിൽക്കുക. ഇതൊക്കെ ഈ ഗ്രൂപ്പിനെയാണ് നിയമിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനത്തെ ക്രിമിനൽ സംഘങ്ങളെ വളർത്തി കഴിഞ്ഞാൽ അത് 2 കൂട്ടർക്കും അതിൻ്റെ മെച്ചമാണ്. അതായത് ഇതിനെ പിന്നിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കും അതോടൊപ്പം ഇവർക്കും. അതായത് ഇവർക്ക് വലിയ കൂലിയോ അല്ലെങ്കിൽ വലിയ സാലറിയോ അല്ലെങ്കിൽ സൈനികൻ എന്ന നിലയിൽ പദവിയോ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇവർക്ക് ആകെ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഒരു നഗരത്തിൽ ചെന്ന് കയറിയാൽ അവരെ സംബന്ധിച്ച് ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്, ഇൻ്റലിജൻസ് സപ്പോർട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ വെറുതെ പോയി യുദ്ധം ചെയ്യാൻ പറ്റില്ല. അവിടെ ഇൻ്റലിജൻസ് സപ്പോർട്ട് കിട്ടണം, രഹസ്യ വിവരങ്ങൾ കിട്ടണം, അവിടെയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റണം. അതിനൊക്കെ ശേഷം ഇതൊക്കെ ചെയ്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതവിടെ കൊള്ളയടിയാണ്. കാരണം അവരുടെ സാലറി എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത്തോളം സാലറിയേക്കാളും കൂടുതൽ അവർക്ക് കിട്ടുന്നത് ഈ കൊള്ളയടിച്ച് കിട്ടുന്ന മുതലും, പിന്നെ അവിടെയുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുക, കുട്ടികളെ ഉപദ്രവിക്കുക, ആവശ്യക്കാരെ തട്ടിക്കൊണ്ടു പോവുക, എല്ലാ ക്രൂരതയുടെയും പര്യായം, അത് ക്രൂരതകളുടെ ഒരു പര്യായം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് വാഗ്നർ സേന. അപ്പോൾ അത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പം നിലവിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഉക്രൈൻ
റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ ഒരു പ്രസ്റ്റേജും കൂടെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികാരത്തിൽ കയറി 24 മണിക്കൂർ കൊണ്ട് ഞാൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ നിരാശയുണ്ട്, അത് നടപ്പിലാക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. സെലൻസ്കിയോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ 28 പരിപാടികൾ വെച്ചതിൻ്റെ അകത്ത് യുക്രൈൻ കീഴടങ്ങുകയാണ്, സമ്പൂർണ്ണമായി കീഴടങ്ങി യുക്രൈൻ്റെ വസ്തുക്കളും അവരുടെ ഇനിയും നൂറ്റാണ്ടുകളോളം ഇനിയും അവിടുന്ന് കൊള്ളയടിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തിട്ടാണ്, അതായത് ആ ഒരു യുദ്ധ അവസാനത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ അടക്കം എല്ലാവർക്കും ഇത് ഭീഷണിയാണ്. കാരണം ഓരോ ദിവസവും വാഗ്നർ ഗ്രൂപ്പ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ ഇടക്കാലത്ത് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം ഇടക്കാലത്ത് ഇച്ചിരി തണുത്തു. അതായത് സമാധാനത്തിലേക്ക് പോയ സമയത്ത് ഈ വാഗ്നർ ഗ്രൂപ്പ് മോസ്കോയിലേക്ക് മാർച്ച് ചെയ്യാൻ ആരംഭിച്ചതാണ്. അന്നാണ് അവിടെ വന്ന് ചർച്ചയ്ക്ക് ശേഷം തിരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഈ വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവനെ വിമാനാപകടത്തിൽ മരിക്കുന്നത്. അത് അപകടമായിരുന്നു. റഷ്യ തന്നെ സ്വന്തം വിമാനം തകർത്ത് ഇവനെ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. അല്ലാതെ അതിന് ഇപ്പം റഷ്യയിലെ ഇന്റലിജൻസും അവിടുത്തെ സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അദ്ദേഹമാണല്ലോ. അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെ തലവൻ യാത്ര ചെയ്യുന്ന വിമാനം തകർന്നു പോകേണ്ട കാര്യമില്ല. എന്തായാലും അതിന് ശേഷവും ഇത് റഷ്യയുടെ കൺട്രോൾ കൂടുതലുണ്ട്. ആ തലവൻ അവിടുന്ന് മരണപ്പെട്ടതിന് ശേഷം ആ തലവൻ റഷ്യ കൂടുതലും ഈ വാഗ്നർ സേനയുടെ കൺട്രോളിൽ എടുത്തു എന്നുള്ളതാണ് വാർത്തകളിൽ പറയുന്നത്. പക്ഷേ എന്തായാലും നമുക്കറിയാം, ഒരു ഏകാധിപതി എത്ര വലിയ ഏകാധിപതി, ലോകം കൊണ്ട് എത്ര വലിയ ഏകാധിപതികൾക്കും ഉള്ളുകൊണ്ടൊരു പേടി ഉണ്ടാകും. തനിക്ക് ഇന്നല്ല നാളെ ഇതിനൊരു അന്ത്യം ഉണ്ടാകും, അല്ലെങ്കിൽ എതിർ ശബ്ദം ഉണ്ടാകും, തിരിച്ചടി ഉണ്ടാകും. അത് വാഗ്നർ ഗ്രൂപ്പ് മുഖേനയാണോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം ഉക്രൈൻ യുദ്ധം തീർന്നാലും ഈ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് ഇവരെ പ്ലേസ് ചെയ്യുകയല്ലാതെ ഒരിക്കലും അത് തിരിച്ച് മോസ്കോയിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ്. എന്തിനാ അപ്പോൾ ഇതിൻ്റെ ഒരു പരിണതി എന്തായിരിക്കും സാർ? ഇപ്പോൾ ഉക്രൈൻ വാർ നിർത്താൻ സാധ്യതയുണ്ട്, നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ സാധ്യത തെളിഞ്ഞ സമയമാണ്, അമേരിക്കയും മുൻകൈ എടുക്കുന്നു. പക്ഷെ കേൾക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ 2 ഫോർമുലയാണ്. ഒന്ന്, യൂറോപ്യൻ യൂണിയൻ്റെ അംഗമായി യുക്രൈനെ കൊണ്ടുവരാമെന്ന വാഗ്ദാനം ഇപ്പോൾ ഇന്നുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവനയുണ്ട്, തിരക്ക് പിടിക്കരുത്, ഉക്രൈൻ അങ്ങനെ വാശി പിടിക്കരുത്, കുറച്ച് സമയം വരും, 2027 ആകുമ്പോൾ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ വാഗ്ദാനം പോലും യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഇത് ഏകപക്ഷീയമായ കീഴടങ്ങലാണ്, റഷ്യക്ക് അനുകൂലമായ പോയിൻറ്റ്സാണ് ഈ 28 പോയിൻറ്റ്സ് പറയുന്നത് റഷ്യക്ക് അനുകൂലമാണ്, യുദ്ധം അങ്ങനെ കീഴടങ്ങിയിട്ട് അവസാനിപ്പിക്കേണ്ടതില്ല എന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പറയുന്നത്. അതിൻ്റെ പിന്നിലിപ്പോൾ സാറ് പറഞ്ഞു വരുമ്പോൾ ഈ വാഗ്നർ ഗ്രൂപ്പിൻ്റെ പരാക്രമം, ഉക്രൈൻ യുദ്ധം അവസാനിച്ചാൽ മോസ്കോയിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ലല്ലോ. തിരിച്ചു ചെന്നാൽ പുടിന് തന്നെ അവരെ പോറ്റാൻ കഴിയില്ല, അവരെ സഹിക്കാനും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് ഇവരെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടല്ലാതെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഓരോരുത്തരും ഇപ്പോൾ ഈ വാഗ്നറിനെ ഭയപ്പെടുന്നുണ്ടാവുമോ ഓരോ രാജ്യവും? തീർച്ചയായിട്ടും. അതായത് നമ്മൾ അതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു വലിയ ഘടകമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ബെലാറൂസിൽ നിന്ന് ലിത്വാനിയയിലേക്ക് ബലൂണുകൾ കണ്ടിന്യൂസ് ആയിട്ട് 1ഉം 2ഉം അല്ല 100 കണക്കിന് ബലൂണുകൾ അപ്പുറത്തേക്ക് ഹൈഡ്രജൻ ബലൂണുകൾ പറന്നു പോകുന്നത് കാണുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഓർത്ത്, കാരണം ഇത് അതിർത്തിയിൽ യൂറോപ്യൻ യൂണിയൻ്റെ അതിർത്തിയാണ്, അപ്പോൾ അവിടെ നിന്ന് ഈ സിഗരറ്റ് കള്ളക്കടത്ത് എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ പോലും അതൊന്നും അല്ല സംഭവിച്ചത്. പിന്നീട് മനസ്സിലായി, ലിത്വാനിയൻ സർക്കാരിന് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം GPS അധിഷ്ഠിതമായ ചിപ്പുകൾ പിടിപ്പിച്ച് ഡ്രോൺ ആക്രമണത്തിന് സമാനമായ വേറൊരു സംവിധാനത്തിലൂടെ ഈ ബോർഡർ ക്രോസ് ചെയ്ത് അവിടെ ആക്രമിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനമായിരുന്നു, അല്ലെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു മനസ്സിലായത്. ഇപ്പോൾ അടിയന്തരമായിട്ട് അവിടെ മന്ത്രിസഭ കൂടി ലിത്വാനിയൻ ഗവൺമെൻറ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അവിടുത്തെ വിൽനസ് എയർപോർട്ട് ക്ലോസ് ചെയ്യുക വരെ സംഭവിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം പഴയ റഷ്യൻ USSRൻ്റെ പാർട്ടായിരുന്ന ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ഈ 3 രാജ്യങ്ങളും റഷ്യക്കും അല്ലെങ്കിൽ പുടിനും വളരെയധികം നോട്ടമുള്ള രാജ്യങ്ങളാണ്. കാരണം അതിലൂടെ ഒരു വ്യാപാര ശൃംഖല യൂറോപ്യൻ യൂണിയനിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഇടനാഴി എത്തിക്കാൻ ആ കോറിഡോറിന് വേണ്ടി അദ്ദേഹം വളരെ കാലമായി നോക്കുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇവരെ പിടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ്യയുടെ ആ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിലേക്കുള്ള എൻട്രിക്ക് ഒരു വലിയ ശക്തിയായിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏതെങ്കിലും രാജ്യത്ത്, ചെറിയ രാജ്യങ്ങളാണ്. അപ്പം എസ്റ്റോണിയ ആയാലും ലാറ്റ്വിയ, ലിത്വാനിയ ആണെങ്കിലും അതിൻ്റെ അടുത്തുള്ള പോളണ്ട് ആണെങ്കിലും വലിയ വലിയ രാജ്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ രാജ്യങ്ങളിൽ ചെറിയ രാജ്യത്തെ ആക്രമിച്ച് റഷ്യക്ക് കീഴ്പ്പെടുത്തുക എളുപ്പമാണ്. പക്ഷേ നാറ്റോ സഖ്യത്തിൽപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഇത് യൂറോപ്യൻ യൂണിയന് മൊത്തം ബാധ്യതയാണ്. ഏതെങ്കിലും രാജ്യത്തെ ആക്രമണം സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് യൂറോപ്പിനോടുള്ള വെല്ലുവിളിയായിട്ട് മാറും.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം നാറ്റോയുടെ തലവൻ തന്നെ പറഞ്ഞു, നമ്മളൊരു വലിയ യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കണം. കാരണം റഷ്യയുടെ നീക്കങ്ങൾ അങ്ങനെയാണ്. ബ്രിട്ടനോടും ഫ്രാൻസിനോടും ജർമ്മനിയോടും പറഞ്ഞു ആയുധശേഷി വർദ്ധിപ്പിക്കണം, ആ സൈനിക ബലം വർദ്ധിപ്പിക്കണം, സൈനിക പരിശീലനം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള ഈ ഭീഷണികൾ അടുത്ത 2-3 വർഷങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ച് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞതിൻ്റെ അതിൻ്റെ വരികളിലിടയ്ക്ക് വായിക്കുകയാണെങ്കിൽ ഈ വാഗ്നർ സേന ഇനി അടുത്തൊരു അറ്റാക്ക് എന്ന് പറയുന്നത് അവരെ മുൻനിർത്തിയിട്ട് പുറകിൽ നിന്ന് യുദ്ധം ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു തന്ത്രം ഇത് ബെലാറൂസിനെ കൂട്ടുപിടിച്ചിട്ടായാലും അല്ലാതെയും ഇവർ ആ രംഗത്തേക്ക് ഇറങ്ങുമെന്നാണ് എപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത്. അല്ല, അങ്ങനെ വരുമ്പോൾ സാറേ, ഇപ്പോൾ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുക, ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷമാണ് ഈ ഭൂതങ്ങൾ ഉണ്ടാക്കുന്നത്. തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഒരിക്കലും റഷ്യക്ക് പോലും വിചാരിച്ചാൽ തിരിച്ചു പിടിച്ചിട്ട് കുടത്തിലടക്കാൻ പറ്റാത്ത വിധം ഈ യുദ്ധം, ഇപ്പോൾ റഷ്യയും യൂറോപ്പും തമ്മിലുള്ളൊരു യുദ്ധം പെട്ടെന്ന് ആഫ്രിക്കയൊക്കെ രണ്ടാമതേ കാണുള്ളൂ. കാരണം നേരിട്ട് കിട്ടാവുന്ന വിഭവങ്ങളുള്ളത് യൂറോപ്പിൽ തന്നെയാണല്ലോ, എളുപ്പത്തിൽ കിട്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്തൊരു യുദ്ധമാണോ നമ്മൾ പണ്ട് കണ്ടിരുന്ന ലോകമഹായുദ്ധം? അറ്റ് എ ടൈം ഒരുമിച്ച് ലോകം മുഴുവൻ 2 ചേരിയായി നിന്നുകൊണ്ട് നടന്നിരുന്ന മഹായുദ്ധങ്ങൾക്ക് പകരം ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ നീറിപ്പടർന്ന് പിടിച്ചു പോകുന്ന, കാട്ടുതീ പോലെ പിടിച്ചു പോകുന്ന ഒരു യുദ്ധ പരമ്പരയായിരിക്കുമോ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പുടിൻ്റെ ഒരു നിലപാടുകളിൽ മാറ്റം വരാതെയും അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെക്കുറിച്ച് സീരിയസ് ആയ ചർച്ചകളിൽ ആൾക്കാർ ഏർപ്പെടാതെ ഈ ഒരു പ്രശ്നത്തിൻ്റെ അവസാനമില്ല. കാരണം വേറൊന്നുമല്ല, ഇത് ഈ വാഗ്നർ സേന റഷ്യയെ സംബന്ധിച്ച് വലിയൊരു ബാധ്യതയാണ്. അവിടുത്തെ ജനങ്ങൾക്കറിയാം. കാരണം അവർ പുടിന് മാത്രമല്ല ഭീഷണി, അവർ തിരിച്ച് വന്ന നാട്ടില്ല. കാരണം എല്ലാ ദിവസവും കൊള്ളയടിച്ചവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചതാണ്, അല്ലെങ്കിൽ ചാനലുകളിൽ നമ്മൾ വാർത്തകൾ കണ്ടാണ്, കേരളത്തിൽ നിന്നുള്ള മലയാളികൾ പോലും വാഗ്നർ സേനയെ പോയി ചേർന്നു എന്നുള്ളതാണ്. കാരണം ഇതിൽ കിട്ടുന്നൊരു അട്രാക്ഷൻ വളരെയാണ് ഈ കൊള്ളക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ളവരെ സംബന്ധിച്ച്. അവർക്ക് എന്തും ചെയ്യാനുള്ള റൈറ്റും കിട്ടിയാൽ ലോട്ടറി എന്ന നിലയിലാണ്. ഒരു രാജ്യത്ത് ഒരു ഏരിയയിൽ കയറി കൊള്ളയടിച്ച് വളരെയധികം വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ കൈവശം വെക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. അപ്പോൾ കൊള്ളക്കാരൻ്റെ മനസ്സ് അല്ലെങ്കിൽ ക്രിമിനൽസിൻ്റെ മനസ്സെന്താണോ അത് കൃത്യമായി വായിച്ച് പഠിച്ച് സിസ്റ്റം ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് വാഗ്നർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ലോകത്ത് എവിടെയും കാണാൻ പറ്റും. ഇത്രയും സംഘടിതവും ഇത്രയും നിയമപരിരക്ഷയും നൽകി ഒരു രാജ്യം കാത്തു സംരക്ഷിക്കുന്ന ഒരു ക്രിമിനൽ സംഘം ലോകത്ത് എവിടെയും ഉണ്ടാവുകയില്ല. ബാക്കി പലയിടത്തൊക്കെ ഇത് ഉണ്ട് എന്ന് നമ്മൾ പത്രങ്ങളിലും പഴയ കാലത്തെ ചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സംഘടിതമായി ആധുനിക യുദ്ധോപകരണങ്ങളും മറ്റ് സാറ്റലൈറ്റ് സംവിധാനങ്ങളും എല്ലാം കൊടുത്ത് യുദ്ധം ചെയ്യിപ്പിക്കാൻ ക്രിമിനലുകളെ വിടുന്ന ഒരു സംവിധാനം ലോകത്തെവിടെയും ഉണ്ടാവുകയില്ല. അപ്പോൾ അത് ലോകത്ത് നമ്മുടെ നാടിന് മാത്രമല്ല ലോകത്തിനും മൊത്തം അതൊരു ഭീഷണിയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ശാന്തി മന്ത്രം ഉരുവിടുന്ന ഇന്ത്യക്കാരായ നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സാറ് പുറത്തു വിടുന്നത്. ചോദ്യം ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ യുദ്ധം എങ്ങും ഉണ്ടാവരുതേ, യുദ്ധമില്ലാത്തൊരു ലോകം വരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ യുദ്ധങ്ങൾ അവസാനിക്കരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ഇവരെ സഹിക്കാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ ലോകം മുഴുവൻ ഇവനെ സഹിക്കാൻ പറ്റാത്ത, ജന്മനാടിന് പോലും റഷ്യക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം വരുമ്പോൾ എങ്ങനെയായിരിക്കും സാറിൻ്റെ പ്രാർത്ഥന? അത് ഇന്ത്യ എന്നത് സമാധാനത്തിന് ദൂതനായിട്ടാണ് എക്കാലത്തും പ്രവർത്തിച്ചത്. ഇപ്പം നമുക്കറിയാം, അടുത്ത കാലത്തുള്ള വിദേശ നയങ്ങളായാലും ഇതിന് മുൻപുണ്ടായതൊക്കെ ആയാൽ പോലും ഇന്ത്യ ലോകത്ത് എല്ലായിടത്തും മധ്യസ്ഥത വഹിക്കുകയും സമാധാനത്തിന് സന്ദേശം നൽകുകയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് യുദ്ധത്തിൻ്റെ ഒരു തീവ്രതയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇതിനൊക്കെ മധ്യസ്ഥത വഹിക്കുന്ന ഓരോ നടപടികൾ അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഇന്ത്യയിലേക്ക് പുടിൻ്റെ സന്ദർശനം പോലും ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. കാരണം അതൊക്കെ ഈ ചർച്ചകളിലൂടെ പലതും ഉരുത്തിരിഞ്ഞ് വരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ഇന്ത്യക്ക് നിർണായകമായ റോള് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതോടൊപ്പം തന്നെ ഈ ലോകത്ത് സമാധാനം പുലരാനുള്ള UN-ൻ്റെയും അതുപോലെ ഇന്ത്യ അല്ലെങ്കിൽ സമാന സ്വഭാവങ്ങളുള്ള ചേരിചേരാ നയങ്ങളിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന രാജ്യങ്ങളിലൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധമില്ലാത്തൊരു ലോകം ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ദൈവം നമ്മൾ കാണാത്ത വഴികൾ കാണിച്ചു തരുമായിരിക്കും. നമുക്കാണെങ്കിൽ ഏറ്റവും വലിയ സമ്പത്ത് ദൈവങ്ങളുടെ എണ്ണം തന്നെയാണ്. 3,60,04,000 ദൈവങ്ങളുണ്ട് നമുക്ക്. പല രാജ്യങ്ങളെപ്പോലെ ദൈവങ്ങളുടെ എണ്ണം കൊണ്ട് പാപ്പരായ രാജ്യമല്ല നമ്മൾ, സമ്പന്നമായ രാജ്യമാണ്. എല്ലാ ദൈവങ്ങളും സാറിൻ്റെയും എൻ്റെയും പ്രാർത്ഥന കേൾക്കട്ടെ. ഭാരതീയരായ എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.